ശുദ്ധമായ ഭാഷ കേട്ടുകഴിഞ്ഞിട്ട് എന്താണ് ഈ സാർ അതിൻ്റെ ഇടയ്ക്ക് ാണ് മുഹമ്മദ് മസൂദ് സ്നേഹ എന്നിവർ പിടിയിലായത്. അരുൺ പൂപ്പറമ്പ കണ്ണൂർ അരുൺ വിവരങ്ങൾ. പാലക്കാട് കോങ്ങാട് വൻ ലഹരിവേട്ട എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു. 1 കിലോ MDMA-യുമായി യുവതിയും യുവാവും പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം ചാക്കയിൽ വീട്ടിനുള്ളിൽ രഹസ്യ അറകൾ നിർമ്മിച്ച് ലഹരി വസ്തുക്കൾ സൂക്ഷിച്ച് കച്ചവടം നടത്തിയിരുന്നയാൾ രഹസ്യ കേസുകളിൽ അനീഫ് ഖാനെയാണ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടി. രാസലഹരിയും കഞ്ചാവുമായി യുവതി പിടിയിൽ. തൃശൂർ ചിയ്യാര സ്വദേശിനി കശ്മീര പി ജോയിയാണ് മുനമ്പം പോലീസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് 10.07 ഗ്രാം MDMA-യും ലെഫ്റ്റ് കയറി കേട്ടോ കുട്ട വിടി സാർ. ഇങ്ങനത്തെ ഒരു കാലമാണ് എനിക്ക് കണ്ടിട്ട് ഒരു കാര്യം പറയുമ്പോ TV കണ്ട് കളിക്കാം. എനിക്ക് പണിക്ക് പോകാൻ നോക്കണോ? അല്ല പണിക്ക് പോയിട്ട് വലിയ ഉപകാരമൊന്നുമില്ല. സ്കൂൾ കലോത്സവം പരിശോധന കർശനമാക്കിയിട്ടും സംസ്ഥാനത്തേക്ക് ലഹരിയുടെ വൻ ഒഴുക്കാണ്. അതിർത്തി കടന്നുള്ള ലഹരിക്കടത്ത് കൂടിയതോടെയാണ് കേരളം ലഹരി മാഫിയയുടെ പിന്നിലാകുന്നത്. വിദ്യാർത്ഥികൾ മുതൽ സിനിമ, IT ഉൾപ്പെടെയുള്ള പല മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ലഹരി മാഫിയയുടെ പ്രവർത്തനം. വിദേശത്തു നിന്ന് അതിർത്തി കടത്തിയാണ് നേരത്തെ രാസലഹരി രാജ്യത്തേക്ക് കുട്ടികളൊരു കഥ എന്നും കള്ളും കഞ്ചാവ് അടിച്ച് മറ്റുള്ളവരെ കുത്താനും കൊല്ലാനും നടക്കുക. അതിനെങ്ങനെ എങ്ങനെ മോനെ സ്നേഹത്തോടെ ഏതാണ് നായിന്റെ മോനെ സ്വഭാവം ഇതൊന്നും പറഞ്ഞാൽ വീട്ടിലാരുമില്ലല്ലോ.
അതൊക്കെ നമ്മുടെ കാലം. ബാബുസ്വാമി ഇപ്പോ സോഷ്യൽ മീഡിയ തപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ബാബുസ്വാമി അല്ലേ? എന്തടിച്ചാലും കുടിച്ചാലും അല്ലെങ്കിൽ ഈ വയറ്റി കിടക്കണം. അല്ല മറ്റുള്ളവരെ കുത്താനും കൊല്ലാനും നടക്കല്ല ചെയ്യാം. കോളേജിൽ പോലെ നീ എന്റെ അച്ഛനല്ലേ ഞാനും കുടിച്ചു. ആ അന്നടിച്ചിട്ട് പല്ല് ഞാൻ പൊട്ടിക്കുക. ആവേശത്തിൽ പച്ചടാ സോറി Ladies and gentlemen, everyone have to drop to your legs is 100% human voice. The movement. എത്ര കാലം പ്രാക്ടീസ് ഇറങ്ങിയിട്ട് ഒന്നും വരയ്ക്കാൻ ചൂടാ ഇതൊരു കോപില്ല പോകില്ല. Let the party begin. രണ്ടു മാസം കൊണ്ട് പ്രേമ
റോഡ് സൈഡിൽ കഞ്ചാവ് പിപ്പിലായി കളിക്കുന്ന അബദ്ധം പറ്റി അതവൻ തിരുത്തും എന്തിനാണ് അലമ്പാക്കുന്നത്? ഇനിയിപ്പോ പ്രോഗ്രാമിനൊക്കെ DJ വിളിക്കാൻ നമ്മൾ അന്തരീക്ഷം വിളിച്ചാൽ മതി. ഞങ്ങളുടെ എല്ലാ മ്യൂസിക്കും വെച്ച് പാട്ട് കേൾക്കുന്ന വീടുന്നുണ്ട്. അവ എന്നാൽ മനോഹരമായി പ്രകടനത്തിന് കുട്ടിയുടെ കൂട്ടുകാർക്ക് അവതരിപ്പിക്കുന്ന ഒരു സമ്മാനം വീടുണ്ട്. കേട്ട് കേട്ട് ശീലായി. ഞാൻ മാക്സിമം നിർത്താൻ നോക്കണ്ട, പക്ഷെ പറയുമ്പോ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളൊക്കെയും നമുക്ക് രുചിയിൽ റൂബി പ്ലസ് സ്നാക്സ് മനോഹരമായ ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ആദ്യം പറഞ്ഞതല്ലേ നിന്റെ കൂടെ ഞാനില്ല. സൈഡ് ഉണ്ടല്ലോ. ശരിക്കും സ്നേഹമുണ്ടോ? നിനക്കെന്താ സംശയം? ഞാൻ പറഞ്ഞ ചെയ്യും. എന്തൊക്കെ പറഞ്ഞത് ഇതാണല്ലേ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ ഇത് ശരിയാവില്ല. ഒരു ഒറ്റ ട്രൈ ലോകത്ത് വേണ്ട. ആണല്ലേ പറയുന്നേ. എന്ത് വന്നാലും ഞാൻ നോക്കിക്കോളാം.
ഞാനിപ്പോൾ കൊല്ലപ്പെട്ട അഭിഷേകിന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. വളരെയധികം വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഇന്നലെ തൃശ്ശൂർ വെച്ച് നടന്നത്. മയക്കുമരുന്നിന്റെ ആസക്തിയിൽ കൂട്ടുകാർ തമ്മിലുള്ള വാക്കുതർക്കത്തിന്റെ പര്യവസാനമാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നത് എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വളരെ വേദനാജനകമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കൊല്ലപ്പെട്ട അഭിഷേകിന്റെ മൃതശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് അഭിഷേകിന്റെ അമ്മ ഇവിടെ പൊട്ടിക്കരയുകയാണ്. അടുത്തായി തന്നെ അഭിഷേകിന്റെ അച്ഛനെ നമുക്ക് കാണാൻ സാധിക്കും. അഭിഷേകിനെ ഒരു നോക്ക് കാണാനും മാതാപിതാക്കളുടെ ദുഃഖത്തിൽ പങ്കുചേരുവാനും പ്രമുഖ രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേരാണ് ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊല്ലപ്പെട്ട അഭിഷേകിന്റെ അമ്മയുടെ അമ്മ മകന്റെ അപ്രതീക്ഷിത വേർപാടിനെ അമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നിർത്തിക്കൂടെ, ഒരു മോന് വെച്ചിട്ടുള്ള ഈ ആഘോഷം ഇനിയെങ്കിലും നിർത്തിക്കൂടെ? വളരെ വികാരനിർഭരമായാണ് അമ്മ നമ്മളോട് സംസാരിച്ചത്. അടുത്തതായി നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നം എന്നത് കൊലയ്ക്ക് തൊട്ട് മുൻപ് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നവരിൽ അഭിഷേകം ഉണ്ടോ? ഉണ്ടെങ്കിൽ എങ്ങനെയാ മയക്കുമരുന്ന് അഭിഷേകിന്റെ കയ്യിലെത്തി? ആർക്ക് വേണ്ടിയാണ്, ആരുടെ ധൈര്യത്തിലാണ് അഭിഷേകത്തെ കോളേജിൽ എത്തിച്ചത്? നിർത്തണേ, പത്രക്കാരാ വിചാരിച്ച് എന്ത് പറയാനാണോ? എനിക്കറിയോ എന്തൊക്കെ പ്രതീക്ഷകൾ കൊണ്ടാണെന്നറിയോ കോളേജിലേക്ക് പോയിരുന്നത്. അവനതൊന്നും അറിയിട്ടായിരുന്നില്ല. ഒരു പാവം ചെക്കനായിരുന്നു. സ്നേഹിക്കാൻ മാത്രം അറിയുന്നൊരു പാവം ചെക്കൻ. എന്നിട്ട് എല്ലാരും കൂടി കൊന്നില്ലേ? മോഹനോട് എപ്പോഴും പറയും കൊടുത്തിട്ട് വരലെച്ചാണ്. എന്നിട്ട് രാത്രി മൂക്കുകൊണ്ട് കുടിച്ചു വന്നിട്ട് കുട്ടീനെ വഴക്ക് പറയും. അപ്പോഴെന്റെ കുട്ടി അർത്ഥമൊന്നും പറയില്ല കേട്ടോ. പിന്നെങ്കിലും കൊടുത്തിട്ട് വരലെച്ചാണ് മാത്രം പറയും. അവനതൊന്നും ഇഷ്ടമായിട്ടില്ലേ? പാവായിരുന്നു. എനിക്കില്ല ഒന്നുണ്ടായിട്ടില്ല. എന്റെ കുട്ടിക്ക് ഈശ്വര ഈ സമൂഹം ഇതിനൊക്കെ കാരണം ഈ സമൂഹം എന്റെ മോനെ കണ്ടിട്ടാക്കിയത്. ഇനിയും താഴ്ത്തിക്കരുത് പ്ലീസ്.
ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കുന്ന അപായകരമായ വസ്തുക്കളാണ്. അവ ഉപയോഗിക്കുന്നത് ആരോഗ്യം കെടുത്തുകയും മനസ്സിനും വ്യക്തിത്വത്തിനും വലിയ തകരാറുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മയക്കുമരുന്നുകൾ ജീവിതത്തിലെ സന്തോഷം, ബന്ധങ്ങൾ, ഭാവി എല്ലാ കാര്യങ്ങളും നശിപ്പിക്കുന്നു. യുവാക്കളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം നടത്തുകയും നല്ല ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. മയക്കുമരുന്നുകൾക്ക് നോ പറയുക. ആരോഗ്യകരമായ ഭാവിയെ തിരഞ്ഞെടുക്കുക. സൂപ്പർ ആയിരിക്കുന്നു കേട്ടോ, ഗംഭീരമായി പെർഫോംസ് ചെയ്തിരിക്കുന്നു. ഇത് സമൂഹത്തിൽ പറയേണ്ട ഏറ്റവും വലിയ ഒരു സംഭവമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഏത് കോളേജാണ്? തൃശ്ശൂർ കേരള കോളേജ്. ഇത് ആരുടെ ആശയമായിരുന്നു? എവിടെയാണ്? അനുരാഗ്. ഹലോ, ഒന്ന് വിളിക്കോ അനുരാഗ്. അനുരാഗ് എല്ലാവരും ഒന്നിക്കോ പ്ലീസ്. അനുരാഗ് ഒന്ന് വരുമോ? അനുരാഗ്, ഞാൻ ഗംഭീരമായിരിക്കുന്നു കേട്ടോ, ഒന്നും പറയല്ല. നിങ്ങൾ ഇവിടെ കാണിച്ച ഏറ്റവും സമൂഹത്തിന് വേണ്ട ഒരു സന്ദേശമാണ്. താങ്കളുടെ ആശയമാണെന്ന് പറഞ്ഞു. എന്താണ് അങ്ങനെ തോന്നാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം, ഈ സമൂഹത്തിലുള്ള എല്ലാവരോടും ആദ്യം തന്നെ പറയുന്ന കാര്യമാണ്, ഇപ്പൊ യുവാക്കളോടാണ് ഏറ്റവും കൂടുതൽ ലഹരി നിർത്തണം എന്ന് എല്ലാവരും പറയും. പക്ഷേ നമ്മളെല്ലാവരും റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മളെ വീട്ടുകാർ തന്നെയാണ്. നമ്മൾ കാണുന്ന അച്ഛൻ, അമ്മ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ആണ് ഇതിന്റെ മെയിൻ റോൾ മോഡൽ. അവര് നിർത്താണ്ട് മക്കളെ നിങ്ങൾ നിർത്തി കാര്യമില്ല. ഒരു പരിധിക്കപ്പുറം നമ്മൾ എത്ര തെരുവ് നാടകം കളിച്ചാലും, നമ്മളെത്ര അഭിനയിച്ചാലും, നമ്മൾ എന്ത് ചെയ്താലും ഒരു പരിധിക്കപ്പുറം എല്ലാം മാറ്റം തുടങ്ങുന്നത് നമ്മളെ വീടുകളിൽ നിന്നാണ്. നമ്മളെ വീടുകളിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ ഈ ലഹരി ടോട്ടലി നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. പറഞ്ഞോളൂ. പക്ഷെ താങ്കളുടെ പെർഫോമൻസ് നമ്മൾ ജീവിതത്തിൽ കാണുന്നത് നമ്മളെ കണ്ണ് നിറയായിരുന്നു. ഒന്ന് ലഹരി നിർത്തുന്നു, വീണ്ടും ലഹരിയിലേക്ക് പോകുന്നു. അങ്ങനെ ഒത്തിരി ആളുകൾ നമുക്ക് സമൂഹത്തിലുണ്ട്. അവർക്കൊരു മെസ്സേജാണ് ഇത്. അഭിനയിക്കുമ്പോൾ ഫീൽ എന്തായിരുന്നു? അഭിനയിക്കുമ്പോ അങ്ങനെയല്ല, നമ്മൾ ആ ക്യാരക്ടറിൽ കയറിച്ച എന്റെ മൈൻഡ് പോകും. സീരിയസ്ലി നമ്മള് ആ സിറ്റുവേഷനോട് വന്ന് തലയ്ക്ക് ആകെ പോകും. നമ്മള് പലവട്ടം പ്രാക്ടീസ് സമയത്തൊക്കെ ചെയ്യുമ്പോ ഒരു 10 മിനിറ്റ് ഇരിക്കും, പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര വേറൊരു സാധനമാണ്. മൊത്തത്തില് എങ്ങനെ പറഞ്ഞിരുന്ന അറിയില്ല. ഭയങ്കര എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഷൊർണൂർ. മോളെ, ഗംഭീര അഭിനയമായിരുന്നു കേട്ടോ. അതൊരു ജീവിതം പറഞ്ഞു കൊടുക്കുകയായിരുന്നു പൊതുസമൂഹത്തോട്. എന്ത് തോന്നി? സന്തോഷം തോന്നി. ഇത്രയും ആൾക്കാരെ ക്രൗഡ് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തു. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനോട് പ്രത്യേക നന്ദി പറയാണ്. പിന്നെ ഇവിടെ നിന്നവരോട് എല്ലാവരും നന്ദി. ഇത് ഏറ്റവും എഫേർട്ട് ഇട്ടത് നമ്മുടെ ഡയറക്ടർ എന്ന് പറയുന്നത് അനുരാഗേട്ടനാണ്. അനുരാഗേട്ടന്റെ ഫുൾ എഫേർട്ടാണ് ഈ കാണുന്നത്. പിന്നെ എല്ലാവർക്കും നന്ദി. ഇതൊരു ഊർജ്ജമാക്കുക. എല്ലാവരും ഇതിനനുസരിച്ച് ആ ഒരു മയക്കുമരുന്ന് യൂസ് ചെയ്യാതെ നടക്കുക. അപ്പോ നന്ദി. താങ്ക് യു. എന്തായിരുന്നു അമ്മയുടെ പെർഫോമൻസ്? ഞങ്ങളുടെ ഈ ഒരു നാടകം കണ്ടിട്ട് ഒരാൾക്കെങ്കിലും ഇത് പ്രചോദനമായിട്ട് ഇങ്ങനത്തെ ഒരു ലഹരിക്ക് എതിരായിട്ട് പ്രവർത്തിച്ചു വെച്ചാൽ അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഇത്രയും പറയാനുള്ള സന്തോഷം. ചാനലുകാർക്കിട്ടൊക്കെ ഒരു കൊട്ടനുണ്ട്. നല്ല ചിരി വരുന്നുണ്ട് അല്ലേ? ചാനലുകാർക്കൊരു കൊട്ട, അതൊക്കെ അത്യാവശ്യമാണ്. മരണ വീട്ടിൽ ചെയ്യുന്ന ഇതൊക്കെയാണ്. ചെറുതായി അതൊന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചതേ ഉള്ളൂ. കുറച്ചല്ലേ എക്സാജറേഷൻ ആണ്. ബാക്കി ഞങ്ങൾ കുറെ കൂട്ടി. കൈ നിടണമല്ലോ, നാടകം എന്ന് പറയുന്നത്. കൈ നിട്ടത് അതൊക്കെ നടക്കുന്നതാണ്. എന്റെ ഇടയ്ക്ക് മാറി എന്നൊരു കൊതി കുത്തുന്ന പോലൊക്കെ ഉണ്ടല്ലോ. ഗംഭീരമായിരുന്നു. ഇത് സമൂഹത്തിൽ വിളിച്ചു പറയേണ്ട ഒരു സംഭവമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കേരളവർമ്മ ശ്രീ കേരളവർമ്മ കോളേജ് NSS യൂണിറ്റ് 41-162 അവതരിപ്പിച്ച ലഹരിക്കെതിരെയുള്ള നാടകം വേട്ട. ഈ നാടകത്തിന്റെ പേര് നമുക്ക് പറയുന്നു കലയാണ് ലഹരി. ഇതാണ് പറയാനുള്ളത്. കലയാണ് ലഹരി. ആ കലയോടുകൂടി നമ്മൾ യാത്ര ചെയ്താൽ, അത് ലഹരിയായി സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ മാറ്റങ്ങൾക്കും ഒരു മാതൃകയാണ് ഈ നാടകം എന്ന്. അതിന് ഏറ്റവും നന്ദി പറയുന്നത് എക്സൈസ് വകുപ്പിനാണ്. എക്സൈസ് വകുപ്പാണ് ഇത് സംഘടിപ്പിച്ചത്. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.